വരൂ. ഡോക്ടർ സാറുണ്ടോ? ഉണ്ട്, കുളിച്ചോണ്ടിരിക്കാൻ. ഇപ്പൊ വരും. വരൂന്നേ. ചികിത്സയൊക്കെ എങ്ങനെ നടക്കുന്നു? മോൾക്ക് പനിയോ ജലദോഷമോ ഒക്കെ വന്നാ ഇവിടെ തന്നെ ചികിത്സിക്കാമല്ലോ. ഓ, വലിയ തമാശയെന്നായിരിക്കും വിചാരം. അല്ല, ഞാൻ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ട്. ഈ കന്നുകാലികളുടെ കുളമ്പ് രോഗത്തെ തുടങ്ങി സങ്കര ഇനം പശുക്കളിലെത്തി അവസാനം രാധികയുടെ കേസ് പ്രസന്റ് ചെയ്യാം. എന്താ? അതൊക്കെ സാറിന്റെ സൗകര്യം പോലെ. എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ടേ ഇവിടുന്ന് പോകാവൂ. അതാ മിടുക്ക്. അതൊക്കെ ഞാൻ ഏറ്റു. കൊലമരത്തിൽ നിന്ന് വരെ ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ള ആളോടാ. ആരാ മോളെ വന്നിരിക്കുന്നത്? അയ്യോ, അച്ഛൻ വന്നു തോന്നുന്നു. അതെ, നമ്മൾ തമ്മിൽ പരിചയമുള്ള കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ. ഒരു കല്യാണ ആലോചനയായിട്ട് പ്രസന്റ് ചെയ്യാവൂ. അതൊക്കെ ഞാൻ ഏറ്റു. വിളി വിളി. ആരാ? എന്തു വേണം? ഓഹോ, താനാണോ? വീട്ടിലൊന്ന് വെല്ലുവിളിക്കാൻ വന്നാണോ? അല്ല സാർ, അത് പിന്നെ നിങ്ങളെ പോലെ ചെറുപ്പക്കാരിൽ നിന്നും അല്പം കൂടെ ഡീസൻസി ഞാൻ പ്രതീക്ഷിച്ചു. അല്ല സാർ, സത്യം പറഞ്ഞാൽ ഞാൻ സാറിനോട് മാപ്പി ചോദിക്കാൻ വന്നതാണ്. എന്താ ഇത്? ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് സാറിന് പിന്നീട് മനസ്സിലാവും. അല്ല സാർ, തെറ്റെന്റെ ജൂനിയേഴ്സിന്റെ ഭാഗത്തായിരുന്നു എന്ന് ഞാൻ പിന്നീടാ മനസ്സിലാക്കിയത്. ഞാനൊരു എടുത്തുചാട്ടക്കാരനാണ്. കാള പെറ്റുമെന്ന് കേട്ടാൽ ഉടൻ തന്നെ ഞാൻ എക്സാക്ട്ലി. ഇതിനു മുമ്പും പല അബദ്ധങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സത്യം പറയാലോ, ആൾക്കൂട്ടത്തിൽ വെച്ച് ഒന്ന് ഷൈൻ ചെയ്യാലോ എന്നോട് കരുതിയ സാറിനോട് ക്ഷമിച്ചു എന്ന് പറയണം. എങ്കിലേ എന്റെ ആത്മാവിന്, സോറി, എന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. ഓക്കെ, ഞാൻ ക്ഷമിച്ചു. പോരെ? എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ആവട്ടെ. പോട്ടെ. ശരി. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്ന കുടിക്കാൻ. അതിനെന്താ മോളെ, ചായ കാപ്പി കൊണ്ടുവരൂ. മകളായിരിക്കും അല്ലേ? എന്താ? അല്ല, ഒന്നുമില്ല. ചായ കുടിക്ക്. അച്ഛന് വേണ്ട. സാറൊരു മൃഗ ഡോക്ടറാണല്ലേ? എങ്ങനെ അറിയാം? അല്ല, എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. അല്ല, ഞാൻ മൃഗാശുപത്രി വെച്ച് സാറിനെ ഒരിക്കൽ കണ്ടു, അങ്ങനെ മനസ്സിലായി. സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്താ പറയൂ. സാർ അതിനെ നോ എന്ന് പറയരുത്. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു പ്രശ്നമാണ്. ഈ നാട്ടിൽ ഏറ്റവും പ്രാക്ടീസ് ഉള്ള ഒരു ക്രിമിനൽ ലോയറാണ് ഞാൻ. സാർ എനിക്ക് സാറിന് നോ എന്ന് പറയരുത്. സാറിന് സാറിന്റെ ഒരു അൽസേഷൻ പട്ടിക്കുട്ടി തരണം. അതിലൂടെ പട്ടികളെ ഇല്ലല്ലോ. പട്ടിയില്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് നിന്നേ. ശ്യാമിന്റെ അമ്മ ഇന്നലെ രാവിലെ ഇവിടെ വന്നിരുന്നു. നിങ്ങളുടെ വിവാഹം അടുത്ത മാസം നടത്താൻ തീരുമാനിച്ച ഞങ്ങൾ പിരിഞ്ഞത്. കാഷ്വാലിറ്റി അവിടെ. ഡോക്ടർ, അച്ഛന് തീരെ സുഖമില്ല. അഡ്മിറ്റ് ചെയ്യണം. അകത്തേക്ക് കൊണ്ടുവരൂ. നടക്കാൻ കഴിയില്ല, കാറിലിരിക്കുകയാണ്. ആരുടെയെങ്കിലും ഹെൽപ്പ്. പേഷ്യന്റിനെ സ്കാനിംഗ് റൂമിലേക്ക് മാറ്റിക്കോളൂ. നിങ്ങളുടെ ഫാദറിനെ സ്കാനിങ് ചെയ്യണം. ഉടൻ ഒരു 5000 രൂപീസ് പെർമിറ്റ് ചെയ്യണം. രൂപ ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കാം ഡോക്ടർ. സ്കാനിംഗ് നടക്കട്ടെ. ദിസ് എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പൈസ ഇല്ലാതെ ഒരു പേഷ്യന്റിനെയും ഇവിടെ എക്സാമിൻ ചെയ്തു കൊടുന്ന നിയമം. സോ പ്ലീസ് റിമൈൻ ദി മണി. ഒന്ന് ഫോൺ ചെയ്യണമായിരുന്നു. നമ്പർ എത്രയാ? 66443. ഹലോ ഹലോ, അഡ്വക്കേറ്റ് ശ്യാമപ്രകാശിന്റെ ഓഫീസല്ലേ? അതെ. അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കാമോ? അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം എവിടെ പോയിരിക്കാണെന്ന് അറിയാമോ? കൈമൾ കൺസ്ട്രക്ഷൻ ഓഫീസിൽ കാണും. നമ്പർ തരാം. 72495. ഒരു മിനിറ്റ്, ഒന്ന് കുറിച്ചെടുത്തോട്ടെ.
ആ പേനയും തരൂ. 72495 കൈമൽ കൺസ്ട്രക്ഷൻ. ശരി, 72495 ഒന്ന് തരുമോ? കിട്ടുന്നില്ലല്ലോ. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യുമോ? ഡബിൾ 644 ഒന്നുകൂടി വിളിക്കൂ. ഹലോ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. 72495 വിളിച്ചിട്ട് അവിടെ ആരും എടുക്കുന്നില്ലല്ലോ. വൈകുന്നേരം 6 മണി വരെ അവിടെ കാണുമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. ആരെങ്കിലും വന്നാലേ അങ്ങോട്ട് പറഞ്ഞേക്കാനാ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഓഫീസിലേക്ക് വരണമെങ്കിൽ മാഷിനെ KN ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന് പറയണം. എത്രയാ? 5 രൂപ. അമ്മാവ തീപ്പെട്ടി കൊണ്ടുവന്ന്. എന്നാ ശ്യാമേട്ടാ, ശ്യാമേട്ടാ, ശ്യാമേട്ടനല്ലേ ഇവിടെ? ശ്യാം പ്രകാശ് ഉണ്ടല്ലോ, ഞാൻ വിളിക്കാം. ഇരിക്കൂ. മാഷിന് എങ്ങനെയുണ്ടമ്മേ? കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ മോനെ, ഗീത ഇതുവരെ വന്നില്ല. അവളവിടെ പോയി? അവള് നിന്നെ അന്വേഷിച്ച കൈമളുടെ കൺസ്ട്രക്ഷൻ കമ്പനി പോയതാ. അവൾ എന്തിനാ അവിടെ പോയത്? ആ കുട്ടി ഓഫീസിൽ ഫോൺ ചെയ്തപ്പോ ഞാനാ പറഞ്ഞത് സാർ അവിടെ കാണുമെന്ന്. ആ മോനെ, നീ ഒന്ന് പോയി അന്വേഷിക്കേ. ആ ശരി.